ലോകാത്ഭുത പട്ടികയിലേക്ക് ഇടം നേടാൻ സാധ്യതയുള്ള കേരളത്തിലെ ഒരു മഹാനിർമ്മിതി കാണാനുള്ള യാത്രയിലാണ് ഞാൻ. കോട്ടയത്തേക്കാണ് എൻ്റെ യാത്ര. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് ആ മഹാനിർമ്മിതി എന്ന്. ഞാൻ വന്നിറങ്ങിയത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടത്തേക്ക്. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പുതുക്കിപ്പണിയുകയാണ്. ഇപ്പോൾ അതിനുള്ളിലേക്ക് ബസ്സുകൾ കയറി വരുന്നത് ഓഫ് റോഡിൽ കയറി വരുന്നത് പോലെയുള്ള സിസ്റ്റമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിനുള്ളിൽ കുറച്ചു നേരം നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്കിതിനുള്ളിൽ കാണാൻ സാധിക്കും. സ്റ്റാൻഡിനുള്ളിൽ ഏതൊക്കെയോ ബസ്സുകൾ എവിടേക്കോ പോകാനുള്ളത് എങ്ങോട്ടൊക്കെയോ നിർത്തിയിടുന്നു, എങ്ങോട്ടൊക്കെയോ പോകുന്നു. ഈ ബസ്സുകൾ എവിടെ പോകുന്നതാണെന്നറിയണമെങ്കിൽ യാത്രക്കാർ യുദ്ധഭൂമിയിലെ യുദ്ധപടന്മാരെ പോലെ അവിടെ കിടന്ന് പൊരുതുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. വെയിലും മഴയും കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പൊന്നും അധികമില്ലാത്തത് കൊണ്ട് തന്നെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടാൻ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൻ്റെ നിഴൽ ഭാഗത്ത് ഒത്തുകൂടി നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. എല്ലാ ബസ്സിൻ്റെയും പിൻഭാഗത്ത് ഇതുപോലെ ഒരുപാട് പേർ കൂട്ടം കൂടി നിൽപ്പുണ്ട്. ബസ്സുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ മൂട്ടിൽ നിൽക്കുന്നവർ ചിതറി മാറി മറ്റു ബസ്സുകളുടെ മൂട്ടിൽ പോയി നിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഇങ്ങനെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു നിന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയത് മുതൽ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ തന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡ്. അധിക നേരം നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആ മഹാനിർമ്മിതി കാണാൻ പോകേണ്ടതുണ്ട്. അങ്ങനെ കോട്ടയം സിറ്റിയുടെ തെരുവീതിയിൽ കൂടി ലോകാത്ഭുത പട്ടികയിലേക്ക് ഇടം നേടാൻ സാധ്യതയുള്ള ആ മഹാനിർമ്മിതിയെ ലക്ഷ്യമാക്കി ഞാൻ നടന്നു നീങ്ങുകയാണ്. അതെ, ആ മഹാനിർമ്മിതിയെ എനിക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ മഹാത്ഭുത നിർമ്മിതിയെ ഒന്ന് കാണാൻ. അതേ കുറച്ച് ഭാഗം ഞാൻ കണ്ടു. എൻ്റെ കണ്ണുകൾ വിടരുകയാണ്. ആ അത്ഭുത നിർമ്മിതിയുടെ അടുത്തേക്ക് ഞാൻ നടന്നു നീങ്ങുകയാണ്. യെസ്, ഫൈനലി ഞാൻ ആ മഹാനിർമ്മിതിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലുതാണ് ഈ നിർമ്മിതി. അത്ഭുത നിർമ്മിതി തന്നെ. ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു അതിനെ. കുറേ നേരം അതിനെ നോക്കി നിന്നു. അതൊരു മഹാനിർമ്മിതി തന്നെ കേട്ടോ, ഒരത്ഭുത നിർമ്മിതി തന്നെയാണ്. ഒരുപാട് ഫോട്ടോകൾ എടുത്ത് കുറേ നേരം നിന്ന് മനസ്സ് നിറയെ ഈ ഭംഗി ആസ്വദിച്ചു. ഒരുപാട് തൂണുകളാൽ താങ്ങിയാണ് ഇത് നിൽക്കുന്നത്. ഇതിൽ ഒരു തൂണിന് ഒരു പ്രത്യേകത കാണാൻ സാധിച്ചു. അതൊക്കെ ആ ശില്പിയുടെ കരവിരുതാണ്. അതൊക്കെ കൊണ്ടാവാം ഇതൊരു അത്ഭുത നിർമ്മിതിയായി മാറിയത്. ഗ്രേറ്റ്. പല സൈഡിൽ നിന്നും ഞാൻ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. വല്ലാത്ത നിർമ്മിതി.
പാരീസിലെ ഈഫിൾ ടവർ അവർ ഒരു എക്സിബിഷന് വേണ്ടി നിർമ്മിച്ചതാണ്. പിന്നീടത് ലോകാത്ഭുത പട്ടികയിലേക്ക് ഇടം നേടി. അതുപോലെ എന്തിനോ വേണ്ടി നിർമ്മിച്ച ഈ മഹാനിർമ്മിതി നാളെ ലോകാത്ഭുത പട്ടികയിലേക്ക് ഇടം നേടുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പൊളിച്ചു കളഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഇല്ല, പാടില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക തന്നെ വേണം. നഗരസഭാ കെട്ടിടത്തിൻ്റെ മുമ്പിൽ തന്നെ ഈ നിർമ്മിതിയുള്ളത് ഇത് കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഇത് കണ്ട് ആസ്വദിച്ച് ഞാൻ ഇതിനോട് വിട പറയുകയാണ് വിഷമത്തോടുകൂടി. ഇനിയും വന്ന് കാണും എന്ന ആഗ്രഹത്തോടെ ഞാൻ ഇപ്പോൾ ഈ മഹാനിർമ്മിതിയിൽ നിന്ന് വിട പറയുകയാണ്. തിരിച്ചുള്ള യാത്രയിൽ കോട്ടയം സിറ്റിക്കുള്ളിൽ തന്നെ കോടിമത എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളായി പകുതി നിർമ്മിച്ചൊരു പാലവും കാണാൻ സാധിച്ചു. കോട്ടയത്തിന് ഇതെന്ത് പറ്റി?